أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر أن الله يولج الليل في النهار ويولج النهار في الليل وسخر الشمس والقمر كل يجري إلى أجل مسمى وأن الله بما تعملون خبير. ذلك بأن الله هو الحق وأن ما يدعون من دونه الباطل وأن الله هو العلي الكبير. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1410 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 31-ാമത്തെ അധ്യായമായ സൂറത്തുൽ ലുഖ്മാനിലെ 29-30 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ അന്നല്ലാഹ യൂലിജുൽ ലൈല ഫിൻ-നഹാർ വയൂലിജുൻ നഹാറ ഫിൽ-ലൈൽ وسخر الشمس والقمر كل يجري إلى أجل مسمى وأن الله بما تعملون خبير. ذلك بأن الله هو الحق وأن ما يدعون من دونه الباطل وأن الله هو العلي الكبير. صدق الله العلي العظيم. സൂറത്തുൽ ലുഖ്മാനിലെ 29-30 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ ലുഖ്മാന്റെ ആദ്യ ഭാഗം പിന്നിട്ട് അതിനെ തുടർന്ന് ലുഖ്മാൻ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹം മകന് നൽകിയ ഉപദേശം, ആ സന്ദർഭത്തിൽ അതിലിടപെട്ടുകൊണ്ട് അള്ളാഹു നടത്തിയിട്ടുള്ള ചില വിശദീകരണങ്ങൾ, ഇതിനെയൊക്കെ തുടർന്ന് പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹു മക്കയിലെ സത്യനിഷേധികൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എത്ര അബദ്ധജടിലമാണ്, അടിസ്ഥാനരഹിതമാണ് എന്ന കാര്യം വ്യക്തമാക്കുകയായിരുന്നു തുടർന്നുള്ള ആയത്തുകളിലായിട്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, താങ്കൾ അവരോട് ആരാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് അള്ളാഹു എന്നാണ് ഉത്തരം പറയുക. അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞോളൂ. അവരിലേറെ പേരും യാതൊരു വിധത്തിലുള്ള ജ്ഞാന അടിത്തറയും ഇല്ലാത്തവരാണ്. യാതൊരു വൈജ്ഞാനികമായ അടിത്തറയും ശാസ്ത്രബോധവും ഒന്നുമില്ലാത്ത കൂട്ടരാണ് ഇവർ. അതുകൊണ്ടാണ് അവര് സത്യത്തെ നിഷേധിക്കുന്നവരായി നിലകൊള്ളുന്നത്. അക്സറുഹും ലാ യഅലമൂൻ, അവരിലേറെ പേർക്കും കാര്യങ്ങളൊന്നും വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ആകാശങ്ങളും ഭൂമിയും അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്, അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. തീർച്ചയായിട്ടും അള്ളാഹു അവനാണ് ഏറ്റവും ഐശ്വര്യവാനും അതുപോലെ സ്തുതി അർഹിക്കുന്നവനുമായത് എന്നാണ് തുടർന്ന് പറഞ്ഞത്. അതേപോലെ ഭൂമുഖത്തുള്ള മുഴുവൻ വൃക്ഷങ്ങളും പേനകളാവുകയും സമുദ്രവും സമുദ്രത്തെ പിൻബലപ്പെടുത്തിക്കൊണ്ട് 7 സമുദ്രങ്ങളും മഷിയാവുകയും ചെയ്യുകയാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ കലിമാത്തുകള് മുഴുമിപ്പിക്കാൻ സാധിക്കുകയില്ല, തീർന്നു പോവുകയില്ല എന്നാണ് അള്ളാഹു ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം. അള്ളാഹുവിന്റെ
സൃഷ്ടിപ്രപഞ്ചം, അള്ളാഹുവിന്റെ വിവിധങ്ങളായ ദൃഷ്ടാന്തങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഈ വിധത്തില് പേനയും മഷിയും ഉപയോഗിച്ച് എഴുതാൻ തുടങ്ങുകയാണെങ്കിൽ അതങ്ങനെ എഴുതി തീർക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ല എന്നാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. മനുഷ്യന്റെ അന്വേഷണത്തിനും പഠനത്തിനും ഗവേഷണത്തിനും ഒക്കെ വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ വിവിധങ്ങളായ സംഗതികൾ പ്രപഞ്ചവുമായും മനുഷ്യനുമായും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള അത് അനന്തമായി അതിന്റെ ലോകം വിസ്തൃതമായി കൊണ്ടിരിക്കുകയാണ് എന്നത് കാണാൻ കഴിയും. നമ്മൾ ഏത് മേഖലയിലും പഠനം നിർവഹിക്കുമ്പോഴും നമ്മൾ പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്തുമ്പോഴും കണ്ടെത്തിയിട്ടില്ലാത്ത ലോകം അനന്തമായിട്ട് അങ്ങനെ നീണ്ടുപോകുന്നതും അതിന്റെ ലോകം വ്യാപ്തിയുള്ളതായി മാറുന്നതും ആണ് വൈജ്ഞാനിക അന്വേഷണം നടത്തുന്ന ഓരോരുത്തർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യം. ടെന്നിസൺ എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ പ്രമുഖനായൊരു കവിയുണ്ട് ഇംഗ്ലീഷിൽ. അദ്ദേഹത്തിന്റെ ഒരു പ്രസിദ്ധമായ ഒരു കവിതയിൽ അദ്ദേഹം ഈ ഒരു കാര്യം പരാമർശിക്കുന്നുണ്ട്. ഒരു ആർച്ച് പോലെയാണ് മനുഷ്യൻ അറിവും പുതിയ അനുഭവങ്ങളും തേടിക്കൊണ്ടുള്ള അവന്റെ പ്രയത്നങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവന് ഇനിയും അനുഭവിച്ചിട്ടില്ലാത്ത, ഇനിയും അവൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ലോകം അവന്റെ ദൃഷ്ടിയിൽ ഒരു ആർച്ചിലൂടെ നോക്കുമ്പോഴുള്ള കാഴ്ച പോലെയാണ്. അത് അകന്നകന്ന് പോകുമ്പോൾ അങ്ങനെ കൂടുതൽ കൂടുതലായിട്ട് വികസിച്ചു പോകുന്ന പോലെയാണ് കാണാൻ സാധിക്കുക എന്ന് അദ്ദേഹത്തിന്റെ കവിതയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ ആകർഷകമായൊരു മെറ്റഫറിലൂടെയാണ് ഈ കാര്യം അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. അള്ളാഹു ഇവിടെ തന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചുള്ള മനുഷ്യന്റെ പ്രയത്നമായിട്ട് അത് സംബന്ധമായിട്ട് രേഖപ്പെടുത്താനും എഴുതുവാനും ഒക്കെ തുനിഞ്ഞുകൊണ്ട് സമുദ്രങ്ങളൊക്കെയും മഷിയും വൃക്ഷങ്ങളൊക്കെയും പേനയുമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ പോലും അള്ളാഹുവിന്റെ കലിമാത്തുകൾ പൂർത്തിയാക്കാൻ അല്ലെങ്കിൽ എഴുതി തീർക്കാൻ സാധിക്കുകയില്ല എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്ന കാര്യം. അതിന്റെ എത്രത്തോളം വ്യാപ്തിയും ബൃഹത്തായതുമാണ്, വ്യാപ്തിയുള്ളതാണ് എന്നതാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്ന കാര്യം. തുടർന്ന് അള്ളാഹു പറഞ്ഞത് മാ ഖൽഖുക്കും വലാ ബഅസുക്കും, നിങ്ങളുടെ സൃഷ്ടിപ്പും അതുപോലെ നിങ്ങളുടെ പുനരുത്ഥാനവും നിങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്ന ആ പ്രക്രിയയും അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ആത്മാവിനെ, ഒരൊറ്റ വ്യക്തിയെ സൃഷ്ടിക്കുകയും പുനരുജ്ജീവിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പോലെ ലളിതമാണ്. കോടിക്കണക്കിന് മനുഷ്യരുണ്ട് എന്ന് കരുതിയിട്ട് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവരെ സൃഷ്ടിക്കുക എന്നതും അവരെ പുനരുജ്ജീവിപ്പിക്കുക എന്നതും പ്രയാസകരമല്ല. ഒരൊറ്റ വ്യക്തിയെ സൃഷ്ടിക്കുകയും പുനരുജ്ജീവിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പോലെ മാത്രമേ അതുള്ളൂ. അള്ളാഹുവിന് കുൻ എന്ന് പറയുകയേ വേണ്ടതുള്ളൂ. അത് സംഭവിച്ചിട്ടുണ്ടാകും എന്നാണ് മറ്റൊരിടത്ത് അള്ളാഹു വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പൊ ഇന്നല്ലാഹു സമീഉൻ ബസീർ, നിശ്ചയമായിട്ടും എല്ലാം മനുഷ്യരുടെ സംസാരവും പ്രതികരണങ്ങളും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയും തന്നെ അള്ളാഹു തീർച്ചയായിട്ടും കേൾക്കുന്നു, എല്ലാം സൂക്ഷ്മമായിട്ട് കാണുകയും ചെയ്യുന്നു. ഇതാണ് അവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതിനെ തുടർന്നാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള 2 ആയത്തുകൾ, 29, 30 ഈ 2 ആയത്തുകൾ വരുന്നത്. ഈ 2 ആയത്തുകളുടെ പ്രാഥമികമായ സാരം നമുക്ക് ആദ്യം മനസ്സിലാക്കാം. അലം തറ അന്നല്ലാഹ യൂലിജുൽ ലൈല ഫിന്നഹാർ. വലിയ ശാസ്ത്രീയമായ ശ്രദ്ധയും അതുപോലെ അന്വേഷണവും ഒക്കെ ആവശ്യമായ ഒരു മേഖലയിലേക്കുള്ള ചില സൂചനകൾ അള്ളാഹു ഈ ആയത്തിൽ നൽകുന്നത് കാണാൻ കഴിയും. അലം തറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന പോലെയാണ് ഇതിന്റെ ശൈലിയെങ്കിലും മുഴുവൻ അനുവാചകരോടും ഉള്ള ഒരു ചോദ്യമായിട്ടാണ് ഇത് കാണാൻ സാധിക്കുക. അലം തറ, താങ്കൾ കാണുകയുണ്ടായില്ലേ? അന്നല്ലാഹ യൂലിജുൽ ലൈല ഫിന്നഹാർ, അള്ളാഹു നിശ്ചയമായിട്ടും രാവിനെ പകലിലേക്ക് അങ്ങ് ചേർത്ത് വെക്കുന്നത്, രാവിനെ പകലിലേക്ക് അങ്ങ് പ്രവേശിപ്പിക്കുന്നത് താങ്കൾ കാണുന്നില്ലേ? വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ, പകലിനെ രാവിലേക്കും അവൻ ചേർത്ത് വെക്കുന്നത്, പ്രവേശിപ്പിക്കുന്നത് താങ്കൾ കാണുന്നില്ലേ? വല്ലാത്തൊരു വിസ്മയകരമായ ഒരു പ്രകൃതി പ്രതിഭാസത്തെ അതേക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിലാണ് അള്ളാഹു ഒരു ചോദ്യം ഇവിടെ ചോദിച്ചിരിക്കുന്നത്.
രാവും പകലും വ്യത്യസ്തമാണ് എന്ന് നമുക്കറിയാം. പ്രകൃതിയിൽ വലിയ മാറ്റങ്ങളാണ് രാവും പകലും തമ്മിൽ നമുക്ക് കാണാൻ കഴിയാം. രാവിനെ പോലെയല്ല പകല്, പകലിനെ പോലെയല്ല രാവ്. വലിയ മാറ്റങ്ങള് സസ്യലോകത്തും ജൈവലോകത്തും ഈ രണ്ട് ഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നത് നമുക്ക് ജീവജാലങ്ങളൊക്കെ കൂടണയുന്നതും വൃക്ഷങ്ങളൊക്കെ തന്നെ അതിന്റെ ഇല കൂമ്പുന്നതും ഒക്കെയാണ്. എല്ലാ വൃക്ഷങ്ങളുടെയും ഇല കൂമ്പുന്നില്ല. ഇല കൂമ്പുന്ന തരം വൃക്ഷങ്ങള് ഏതായാലും ഉണ്ട്. അത് നമുക്ക് അറിയാം. തൊട്ടാവാടി പോലെയുള്ള അതുപോലെ പല ചെടികളും അതിന്റെ ഇല കൂമ്പി അത് ഷട്ട് ഡൗൺ ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് സന്ധ്യയാവുമ്പോൾ കാണാൻ സാധിക്കും. അപ്പോ ജീവജാലങ്ങളും ഒട്ടുമിക്ക നെപ്റ്റേണൽ ക്രീച്ചേഴ്സ് ഒഴികെ അവയൊക്കെ കൂടുകളിൽ നിന്ന് അവരുടെ രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വരും രാത്രിയാവുമ്പോൾ. ഇഴജന്തുക്കളും അതുപോലെ നമ്മൾ പലപ്പോഴും നമുക്ക് ദ്രോഹകരമായ വിധത്തിൽ കാണുന്ന പല ജീവജാലങ്ങളും രാത്രിയാവുമ്പോൾ പുറത്തു വരും. പക്ഷെ സാധാരണ പകലിൽ ആക്റ്റീവായിരിക്കുന്ന ജീവികളൊക്കെയും തന്നെ അവയുടെ ഒരു ദിവസത്തെ പ്രയത്നങ്ങളൊക്കെ മതിയാക്കി ഇര തേടലും വേട്ടയാടലും ഭക്ഷണം കഴിക്കലും പോലെയുള്ള സംഗതികളൊക്കെ അവസാനിപ്പിച്ച് അവയൊക്കെ ഒരു ഷെൽട്ടർ തേടുന്ന സമയമാണ് സന്ധ്യയാവുമ്പോൾ. രാത്രി വേറെ ചിലര് രംഗത്ത് വരുന്നതും നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ പകല് സൂര്യൻ കത്തി നിൽക്കുന്നു, രാത്രി സൂര്യൻ അസ്തമിച്ച് സൂര്യനെ കാണാതാവുന്നു. മിക്ക ദിവസങ്ങളിലും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ നമുക്ക് കാണാവുന്ന വിധത്തില് ആകാശത്ത് തെളിയുന്നു. ചില ദിവസങ്ങളിൽ ചന്ദ്രനെ കാണാത്ത അവസ്ഥയും ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ. അതുപോലെ അന്തരീക്ഷത്തിന്റെ ഊഷ്മാവില് താപനിലയിൽ മാറ്റം ഉണ്ടാവുന്നുണ്ട്. കാറ്റിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. പകലിലെ പോലെയല്ല രാത്രിയിൽ നമുക്ക് കാറ്റ് അനുഭവപ്പെടുന്നത്. രാത്രി കുളിർക്കാറ്റാണ് അനുഭവപ്പെടാറുള്ളത്. ഏത് കാലാവസ്ഥയിലാണെങ്കിലും ഒരു കുളിര് തരുന്ന കാറ്റാണ്. ചിലയിടങ്ങളിൽ പകലിന്റെ താപനിലയുടെ കാഠിന്യം കാരണമായിട്ട് രാത്രി ചുടുകാറ്റൊക്കെ അനുഭവപ്പെടുന്നത് നമുക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോ എന്തായാലും രാവും പകലും വളരെ വ്യത്യസ്തമായ പ്രതിഭാസങ്ങളാണ്. പക്ഷെ ഇത് ഒന്ന് മറ്റൊന്നായി മാറുന്ന ആ പ്രക്രിയ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട്. രാവും പകലും വളരെ എൻറ്റയർലി ഡിഫറെന്റ് ആണെങ്കിലും രാവ് പകലായി മാറുന്ന, പകല് രാവായി മാറുന്ന ആ പ്രക്രിയ ഉണ്ടല്ലോ. നമ്മളൊരു നാളികേരം നടുക്ക് ഒരു വെട്ട് കൊടുത്ത് രണ്ട് കഷ്ണാക്കിയാൽ രണ്ട് പീസായിട്ട് അത് മാറി നിൽക്കുന്ന ഒരു നമുക്ക് കാണാമല്ലോ. അതേപോലെ അല്ലത്. ഇത് പകല് ക്രമേണ അത് രാവിലേക്ക് അങ്ങ് ചേർന്ന് രാവായി മാറുകയാണ് ചെയ്യുന്നത്. ഏത് സെക്കൻഡിലാണ് അത് രാവായി മാറുന്നത് നമുക്ക് കൃത്യമായി പറയാൻ കഴിയാത്ത വിധത്തില് പകല് ക്രമേണ അങ്ങനെ രാവായി മാറുന്നു, രാവ് ക്രമേണ അങ്ങനെ പകലായി മാറുന്നു. വളരെ അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണിത്. ആക്ച്വലി ഈ സംഭവം എന്നത് നമുക്ക് നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബോധ്യപ്പെടും. അള്ളാഹുവോട് ചോദിക്കുന്ന അലം തറ അന്നല്ലാഹി യൂലിജുൽ ലൈല ഫിന്നഹാർ, രാവിനെ പകലിലേക്ക് അങ്ങ് പ്രവേശിപ്പിക്കുന്നത്, അള്ളാഹു പ്രവേശിപ്പിക്കുന്നത് താങ്കൾ കാണുന്നില്ലേ? വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ, പകലിനെ രാവിലേക്കും അവൻ അങ്ങനെ പ്രവേശിപ്പിക്കുന്നുണ്ട്. അത് ജീവജാലങ്ങളോ മനുഷ്യരോ അതുപോലെ ഇവിടുത്തെ വൃക്ഷലതാദികളോ ഒന്നും തന്നെ ആ മാറ്റം അവർ ഉൾക്കൊള്ളുന്നു എന്നല്ലാതെ ഇവിടെ ഒരു സഡൻ ഷിഫ്റ്റ് ഉണ്ടായി എന്തെങ്കിലും ഒരു ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്ന വിധത്തിലുള്ള ഒരു മാറ്റമൊന്നും പ്രകടമായിട്ടൊന്നും കാണില്ല. ഒരു മഴ പെയ്യുന്നത് പോലും നമ്മൾ അറിഞ്ഞുകൊണ്ട് ഫീൽ ചെയ്തുകൊണ്ടേ ഉണ്ടാവുള്ളൂ. പക്ഷെ രാവ് പകലായി മാറുന്നത്, പകല് രാവായി മാറുന്നത്, അത് എന്തൊരു സ്വാഭാവികതയിൽ അത് ഒന്ന് മറ്റൊന്നിലേക്ക് പരിണമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വളരെ ശ്രദ്ധാർഹമായ ഒരു പ്രാപഞ്ചിക പ്രതിഭാസമായിട്ടാണ് അള്ളാഹുവിടെ അതിനെ ചൂണ്ടിക്കാണിക്കുന്നത്. യൂലിജുൽ ലൈല ഫിൻ നഹാർ, യൂലിജുൻ നഹാറ ഫിൽ ലൈൽ. നമുക്ക് വേറൊരു സൂറത്തില്, സൂറത്ത് യാസീനില് ഒരു ആയത്ത് കാണാൻ കഴിയും. ലശംസു യംബഗി ലഹാ അൻ തുദ്രിക്കൽ ഖമർ, സൂര്യനെ ചന്ദ്രനെ പിടികൂടുക എന്നത് സൂര്യന് ആഗ്രഹിക്കാൻ പോലും കഴിയില്ല.
അങ്ങനെ ഒരു സംഗതി സൂര്യന് സാധ്യമേ അല്ല. അതുപോലെ വലല്ലയില് സാബിഖുൻ നഹാർ, പകല് രാവ് പകലിനെ മറികടക്കുകയുമില്ല. ഇങ്ങനെയാണ് ഈ ആയത്ത് നമുക്ക് കാണാൻ കഴിയും. കുല്ലും ഫീ ഫലക്കി യസ്ബഹൂൻ, എല്ലാം അതിൻ്റെതായ ഒരു ഭ്രമണ പദത്തിൽ അങ്ങനെ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. അതിൻ്റെതായ ഒരു ട്രാക്കിൽ അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു ഓർബിറ്റിൽ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. സൂറത്ത് യാസീനിലെ 40-ാമത്തെ ആയത്താണിത്. ഇവിടെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് സൂര്യനെയും ചന്ദ്രനെയും, തീർച്ചയായിട്ടും സൂര്യന് ചന്ദ്രനെ പിടികൂടാൻ കഴിയില്ല എന്ന് പറയുന്നതിന്റെ ഒരു ശാസ്ത്ര തലം നമുക്ക് ഇതിനകം വ്യക്തമായ ഒരു സംഗതിയാണ്. ഒരിക്കലും തന്നെ സൂര്യനും ചന്ദ്രനും അങ്ങനെ ഒരേ ട്രാക്കിൽ വരുന്നില്ല. അത് ചന്ദ്രന്റെ ചലനത്തിനെ ഒബ്സ്ട്രക്ട് ചെയ്തുകൊണ്ടുള്ള ഒന്ന് ഇടിച്ചു കയറല് സൂര്യൻ നടത്തുന്നില്ല. അത് രണ്ടും വ്യത്യസ്തമായ ഓർബിറ്റുകളിലും വ്യത്യസ്തമായ ട്രാക്കിലും നീങ്ങിക്കൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അത് ഖുർആൻ പറയുന്ന കാലത്ത് അത് അങ്ങനെയുള്ള ഓർബിറ്റുകളെ കുറിച്ചോ ഭ്രമണപഥത്തെ കുറിച്ചോ ഒന്നും മനുഷ്യൻ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് വസ്തുത. അപ്പോ ഇതൊരിക്കലും തന്നെ സൂര്യൻ ചന്ദ്രനിലേക്ക് ഇടിച്ചു കയറുക അല്ലെങ്കിൽ ചന്ദ്രൻ സൂര്യനിലേക്ക് ഇടിച്ചു കയറുക എന്നൊരു കാര്യം ഉണ്ടാവുകയില്ല. ഖമർ എന്നിവിടെ പറഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോ തുടർന്ന് പറഞ്ഞത് രാവ് പകലിനെ മറികടക്കുകയില്ല, ഔട്ട്സ്ട്രിപ്പ് ചെയ്യുകയില്ല എന്നാണ്. ഇവിടെയും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറിച്ച് ഖുർആൻ ഇവിടെ പറയുന്നുമില്ല. പകല് രാവിനെ മറികടക്കുകയില്ല എന്ന് പറയുന്നുമില്ല. അപ്പൊ യഥാർത്ഥത്തില് ഇവിടെ പകല് രാവിലേക്ക് ഇടിച്ചു കയറൂല, അല്ലെങ്കിൽ രാവ് പകലേക്ക് ഇടിച്ചു കയറൂല എന്നുള്ള കാര്യമല്ല പറയുന്നത്. പല മുഫസ്സിറുകളും ഇതിനെ തെറ്റായി മനസ്സിലാക്കുകയും തെറ്റായി വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് അവർക്കത് മനസ്സിലായിട്ടില്ല എന്ന് എങ്കിലും നമുക്ക് ആ വിശദീകരണങ്ങൾ വായിക്കുമ്പോൾ ബോധ്യപ്പെടും. ഇവിടെ നമ്മൾ ഇന്ന് വായിച്ച ആയത്തിന്റെ ആശയവുമായിട്ട് ഒരു സംഘർഷമില്ലാത്ത വിധത്തിലാണ് സൂറത്ത് യാസീനിലെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്ത് വായിക്കേണ്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോ ഇവിടെ പറഞ്ഞിട്ടുള്ള അലം തറ അന്നല്ലാഹി യൂലിജുൽ ലൈല ഫിന്നഹാർ, രാവിനെ പകലിലേക്ക് പ്രവേശിപ്പിക്കുന്നു എന്നാണല്ലോ ഇവിടെ പറയുന്നത്. ഈ സൂറത്ത് ലുഖ്മാനില്, സൂറത്ത് യാസീനിൽ പറഞ്ഞിട്ടുള്ളത് രാവ് പകലിനെ മറികടക്കുകയില്ല എന്നാണ്. അപ്പൊ ഇത് തമ്മിൽ വൈരുദ്ധ്യം ഇല്ലാതെ വായിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടും. അത് സൂര്യനും ചന്ദ്രനും മനുഷ്യന് സമയവും അതുപോലെ തന്നെ കാലവും നിർണയിക്കാനുള്ള മാനദണ്ഡമായിട്ട് അള്ളാഹു വെച്ചിരിക്കുന്നു എന്നത് വേറെ ചിലയിടങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് കൃത്യതയുള്ള സമയം പാലിക്കുന്ന കൃത്യതയുള്ള ഒരു സംഗതിയാണ് എന്നതും വ്യക്തമാക്കപ്പെട്ടതാണ്. എന്നിട്ടിവിടെ മനുഷ്യന്റെ പരിഗണനയ്ക്ക് വിധേയമാക്കേണ്ട വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് സൂറത്ത് യാസീനിൽ അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഒരിക്കലും തന്നെ പകലിനെ മുൻകടക്കുന്നതല്ല രാവ് എന്ന് പറയുമ്പോൾ രാവല്ല ആദ്യം എന്നതാണ് അത് നൽകുന്ന സൂചന എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പകല് തന്നെയാണ് മനുഷ്യന്റെ കോൺഷ്യസ്നെസ്സിൽ പകലെ ആദ്യം പരിഗണിക്കാൻ കഴിയുള്ളൂ. ഒരു രാവ് ഉണർന്നെണീറ്റിട്ട് അനുഭവപ്പെടുന്ന അതാണ് ഒരു ദിവസത്തിന്റെ തുടക്കമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്ലാമിക ലോകത്ത് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ പ്രചരിച്ചിട്ടുണ്ട്, രാവാണ് ഇസ്ലാമില് ആദ്യം, പകലല്ല എന്നത്. അത് മനുഷ്യന്റെ ഇമാജിനേഷനോ അല്ലെങ്കിൽ മനുഷ്യന്റെ ബോധമണ്ഡലത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. ഒരു ആക്റ്റീവ് ഡേയുടെ മധ്യത്തിൽ വെച്ചിട്ട് ദിവസം മാറും എന്ന് കരുതുന്നത് ഒരു നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു എളുപ്പമുള്ള ഒരു ആശയമേ അല്ല. എന്നല്ല നമ്മൾ പഴയ കാലത്തൊക്കെ തന്നെ നോമ്പ് അനുഷ്ഠിക്കുന്നതിന് നിയ്യത്ത് വെക്കുന്നതൊക്കെ തന്നെ സൗമ ഹദിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലെ, രാത്രി നിയ്യത്ത് വെക്കുന്നത് ഈ രാത്രി ഈ ദിവസത്തിന്റെ ഭാഗമാണെന്നുള്ള നിലക്കല്ല. എന്ന് പറഞ്ഞാൽ നാളത്തെ നോമ്പിന്റെ തലേന്ന് ആയിട്ടുള്ള ഈ രാത്രി ചേർന്നിട്ടുള്ള ഒരു ദിവസമാണ് എന്നുള്ള നിലക്കല്ല. നാളത്തെ പകല്, അതാണ് നാളത്തെ നോമ്പ്, നാളെ നോമ്പ് നോക്കുന്നു എന്നുള്ള നിയ്യത്ത് പറയുന്ന ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് അതിനോട് ചേർത്ത് പറയാൻ കഴിയും. അത് ഇസ്ലാമിക സമൂഹത്തില് കടന്നു വന്നിട്ടുള്ള ഏതോ ഘട്ടത്തില് ഒരു മിസ്കൺസെപ്ഷൻ ആണ് എന്ന് തന്നെ കാണേണ്ടി വരും. കാരണം ഈ ഖുർആൻ ഇവിടെ പറയുന്ന ഈ കാര്യം അള്ളാഹു പറയുന്നത് രാവ് പകലിലേക്ക് ചേർന്ന് കയറുന്നത് അല്ലെങ്കിൽ പ്രവേശിക്കുന്നത്
താങ്കൾ കാണുന്നില്ലേ? അതുപോലെ പകല് രാവിലേക്കും പ്രവേശിക്കുന്നതായിട്ട്. ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന വിധത്തിൽ റെസിപ്രോസിറ്റി സൂചിപ്പിക്കുന്ന ഒരു കാര്യവും സൂറത്ത് യാസീനിലെ ആയത്തിനോട് ചേർത്ത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അവിടെ വലല്ലയിലു സാബിഖുൻ നഹാറിനെ പറയുന്നുള്ളൂ. വലൻ നഹാറ് സാബിഖുൽ ലൈൽ എന്ന് തിരിച്ചു പറയുന്നില്ല. രാവ് പകലിനെ മുൻകടക്കുകയില്ല എന്ന് പറഞ്ഞതിന്റെ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള സ്കോളേഴ്സ് പറയുന്ന പോലെയുള്ള അർത്ഥമാണ് ഉള്ളതെങ്കിൽ അതിന് വലൻ നഹാറു സാബിഖുൽ ലൈൽ എന്നുകൂടി പറയേണ്ടി വരും. അങ്ങനെ ഒരു സംഗതി അവിടെ സൂറത്ത് യാസീനിൽ പറയുന്നില്ല. ഈ നമ്മള് ഇപ്പോ വായിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്ത് ലുഖ്മാനിലെ ആയത്തില് ആശയവുമായിട്ട് ഒരു ക്ലാഷ് ഇല്ലാതെ, വൈരുദ്ധ്യമില്ലാത്ത വിധത്തില് അത് മനസ്സിലാക്കുമ്പോൾ ഡേ അല്ല, പകലല്ല, രാവല്ല, പകല് തന്നെയാണ് ദിവസത്തിന്റെ തുടക്കം എന്ന ഒരാശയം സൂറത്ത് യാസീനിലെ ആയത്ത് തരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പകല് രാവായി മാറുന്നതും രാവ് പകലായി മാറുന്നതും ഒന്ന് മറ്റൊന്നിലേക്ക് അങ്ങ് പ്രവേശിച്ചത് അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നായി മാറുന്ന ആ വളരെ സ്വാഭാവികതയുള്ള പ്രക്രിയയെ കുറിച്ചാണ് പറയുന്നത് എന്നതും നമുക്ക് കാണാൻ കഴിയും. അപ്പോ തുടർന്ന് അള്ളാഹു പറയുന്നത് അലം തറ അന്നല്ലാഹ യൂലിജുൽ ലൈല ഫിൻ നഹാരി വ യൂലിജുൻ നഹാറ ഫിൽ ലൈൽ എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുകയാണ് വസഖറ ശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും അവൻ വിധേയപ്പെടുത്തി നിർത്തിയിരിക്കുന്നു, കീഴ്പ്പെടുത്തി നിർത്തിയിരിക്കുന്നു. ആർക്കാണ് വിധേയപ്പെടുത്തിയിരിക്കുന്നത്? മനുഷ്യന് സൂര്യനെയും ചന്ദ്രനെയും അവര് ഉദ്ദേശിക്കുന്ന വിധത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവരുദ്ദേശിക്കുന്ന വിധത്തില് സൂര്യനെ ക്രമപ്പെടുത്താനോ ചന്ദ്രന്റെ ചലനത്തെ നിയന്ത്രിക്കാനോ ഒന്നും കഴിയില്ല. മറിച്ച് അള്ളാഹു ഒരു പ്രാപഞ്ചിക വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥക്ക് കീഴ്പ്പെടുത്തിയിരിക്കുകയാണ് സൂര്യനെയും ചന്ദ്രനെയും എന്നാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. സൂര്യനും ചന്ദ്രനും ഏതെങ്കിലും വിധത്തിൽ അല്ല പ്രവർത്തിക്കുക. തോന്നിയ പോലെ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുക എന്നുള്ളതാവില്ല ഉണ്ടാവുക. മറിച്ച് അള്ളാഹു പ്രപഞ്ചത്തിനൊരു വ്യവസ്ഥയും ഒരു ക്രമവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആ വ്യവസ്ഥക്കും ക്രമത്തിനുമൊക്കെ വിധേയപ്പെട്ടുകൊണ്ടാണ് സൂര്യനും ചന്ദ്രനും ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ പ്രഡിക്റ്റബിൾ നേച്ചറാണ് അതിനുള്ളത്. ശാസ്ത്രം മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ സൂര്യന്റെ താപത്തിനെ കുറിച്ചും ചലനത്തിനെ കുറിച്ചും വേഗതയെക്കുറിച്ചും ഒക്കെ ശാസ്ത്രം കൃത്യമായിട്ട് കണക്കുകൂട്ടി പറയുന്നത്. ചന്ദ്രന്റെയും കാര്യം അങ്ങനെ തന്നെയാണ്. അപ്പൊ ചന്ദ്രന്റെ ചലനത്തിന്റെ കൃത്യത മനസ്സിലാക്കാൻ കഴിഞ്ഞ ശാസ്ത്ര ലോകത്തിന് വളരെ സമഗ്രമായി ഒരു പഞ്ചാംഗം, കലണ്ടർ തയ്യാറാക്കുക എന്നുള്ളത് യാതൊരു നിലക്കും പ്രയാസകരമല്ല. കാരണം അതൊരു വ്യവസ്ഥ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ തോന്നിയ പോലെയുള്ള ഒരു സംവിധാനമാണെങ്കിൽ ഇന്ന് സൂര്യന്റെ പ്രകൃതം പോലെ ആവില്ല നാളെ ഉണ്ടാവുക. ഇന്ന് ചന്ദ്രൻ ബിഹേവ് ചെയ്യുന്ന വിധത്തിലോ അല്ലെങ്കിൽ ഈ ഒരു വർഷം ബിഹേവ് ചെയ്യുന്ന ഒരു വിധത്തിലോ ആവില്ല അടുത്ത വർഷം ഉണ്ടാവുക. അങ്ങനെയല്ല എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. സൂര്യനെയും ചന്ദ്രനെയും ഒരു വ്യവസ്ഥക്ക് അവൻ കീഴ്പ്പെടുത്തിയിരിക്കുന്നു, ഒരു ദൈവിക വ്യവസ്ഥക്ക് കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. ഈ ദൈവിക വ്യവസ്ഥ എന്താണ് എന്നത് ശാസ്ത്രം അന്വേഷിക്കുന്നുണ്ട്. അവരാണ് അതിൽ പലതും കണ്ടെത്തുന്നത്, ശാസ്ത്രജ്ഞന്മാര്. അത് അള്ളാഹുവിനെ ഉൾക്കൊണ്ട ശാസ്ത്രജ്ഞന്മാരും ഉണ്ടാവും, ഇല്ലാത്തവരും ഒക്കെ ഉണ്ടാവും. അത് അള്ളാഹു ആർക്ക് എപ്പോഴാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നത് എന്നതുപോലെ ഉണ്ടാവും. അതിന് പ്രയത്നിക്കുന്നവര് പലതും കണ്ടെത്തും. അപ്പൊ അള്ളാഹുവിന്റെ ഈ പ്രപഞ്ച സംവിധാനത്തിന്റെ വ്യവസ്ഥ എന്താണ് എന്നത് ഭൗതിക ശാസ്ത്രജ്ഞന്മാര് അന്വേഷിച്ച് പഠന വിധേയമാക്കിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. സഖറ ശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും അവൻ ആ വ്യവസ്ഥക്ക് വിധേയപ്പെടുത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. സഖറ ശംസ വൽ ഖമർ, അവൻ സൂര്യനെയും ചന്ദ്രനെയും വിധേയപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ആർക്കാണ് വിധേയപ്പെടുത്തിയിട്ടുള്ളത്, എന്തിനാണ് വിധേയപ്പെടുത്തിയിട്ടുള്ളത് എന്നത് നമുക്ക് ഈ സന്ദർഭവും പ്രകൃതിയും തമ്മിൽ ചേർത്ത് വെച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ബോധ്യപ്പെടുന്ന സംഗതി അള്ളാഹു ഈ പ്രപഞ്ചത്തിന് ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥ അനുസരിച്ച് പ്രവർത്തിക്കണം എന്ന നിലക്ക് സൂര്യനെയും ചന്ദ്രനെയും അവൻ വിധേയപ്പെടുത്തിയിരിക്കുന്നു. അവര് തോന്നിയ പോലെ ആവില്ല, നമുക്ക് പ്രഡിക്റ്റബിൾ ആയിരിക്കും. ഒരു 100 കൊല്ലം കഴിഞ്ഞ് ഇന്ന ഡിസംബർ 17 സൂര്യന്റെ താപം എന്തായിരിക്കും, അല്ലെങ്കിൽ സൂര്യന്റെ ഉദയസമയം എപ്പോഴായിരിക്കും, സൂര്യൻ അസ്തമിക്കുന്ന എപ്പോഴായിരിക്കും എന്നൊക്കെ ഇപ്പോ തന്നെ ഈ വ്യവസ്ഥ മനസ്സിലാക്കിയ ആളുകൾക്ക് പ്രവചിക്കാൻ കഴിയും.
ആ വ്യവസ്ഥ എന്താണ് എന്നത് മനസ്സിലാക്കിയെടുക്കുക മാത്രമേ വേണ്ടതുള്ളൂ. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സൂര്യചന്ദ്രന്മാരുടെ ചലനത്തെക്കുറിച്ചും അവയുടെ മറ്റു പ്രത്യേകതകളെ കുറിച്ചൊക്കെ നേരത്തെ തന്നെ പറയാൻ സാധിക്കും. കാരണം അത് ആ വ്യവസ്ഥ ഒരു സിസ്റ്റം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നതിനാലാണത്. അപ്പോ സഖറ ശംസ വൽ ഖമറ എന്നിട്ട് അള്ളാഹു പറയുന്ന കുല്ലു യജ്രി ഇലാ അജലിൻ മുസമ്മ, ഇതൊക്കെയും തന്നെ ഒരു നിർണിതമായ അവധി വരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നിർണിതമായ അള്ളാഹു നിശ്ചയിച്ച ഒരു അജലും മുസമ്മയുണ്ട്, നിർണിതമായ ഒരു അവധി, ഒരു ടെനിയർ ഉണ്ട് ഇതിനൊക്കെ തന്നെ. അതുവരെ അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. വഅന്നല്ലാഹ ബിമാ തഅമലൂന ഖബീർ. ശാസ്ത്രലോകം വെളിപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ ഗോളങ്ങൾ സൂര്യനും ചന്ദ്രനും ഒക്കെ തന്നെ അതിന്റെ ഒരു സാച്ചുറേഷൻ സംഭവിച്ച് ഒഴിഞ്ഞു വീഴുകയോ തകർന്നു പോവുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ഘട്ടം വരുന്നതാണ്. എന്ന് പറഞ്ഞാൽ നിർണിതമായ ഒരു അവധി വരേക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സൂര്യനെയും ചന്ദ്രനെയും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അത് അള്ളാന്റെ പ്രപഞ്ചത്തിന് വേണ്ടിയുള്ള ഒരു ഒരു എനർജി സോഴ്സ് ആയിട്ട് അള്ളാഹ് സംവിധാനിച്ചിട്ടുള്ള ഒരു ബാറ്ററി പാക്കാണ്. അത് തീർന്നു പോകും. അതിന് നിശ്ചയിച്ചൊരു കാലമുണ്ട്. ആ കാലത്ത് അത് ഗംഭീരമായി പ്രവർത്തിക്കും. അത് കഴിഞ്ഞാൽ അത് കെട്ടുപോകും. ആ കെട്ടുപോകും എന്ന കാര്യമാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് കുല്ലുൻ യജ്രി ഇലാ അജലിൻ മുസമ്മ. അതിപ്പോ ഉള്ള വിധത്തില് അതിന്റെ ചംക്രമണം, അതിന്റെ ചലനം, അതിന്റെ പ്രവർത്തനം അത് ഒരു നിർണിതമായ അവധി വരെ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, ചലിച്ചുകൊണ്ടിരിക്കും, സഞ്ചരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് വഅന്നല്ലാഹ ബിമാ തഅമലൂന ഖബീർ. എന്നിട്ട് അതിനോട് ചേർത്തുള്ള ഒരു കാര്യം പറയുകയാണ്. സൂര്യനും ചന്ദ്രനുമായിട്ട് ഒരു ബന്ധം ഉണ്ടെന്ന് തോന്നൂലാത്ത ഒരു കാര്യം. വെറുതെ അള്ളാഹ് അവിടെ ആകാശത്തിൽ പ്രതിഷ്ഠിച്ചതാണ് സൂര്യനും ചന്ദ്രനും എന്ന് നിങ്ങൾ കരുതണ്ട. അത് നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധമുണ്ട്. നിങ്ങൾക്ക് രാപ്പകലുകൾ തന്നുകൊണ്ടിരിക്കുന്നത് സൂര്യനും ചന്ദ്രനുമാണ്. എന്തിനാണ് നിങ്ങൾക്ക് രാപ്പകലുകൾ തന്നിട്ടുള്ളത്? പകൽ അധ്വാനിക്കാനും രാവ് വിശ്രമിക്കാനും ഉള്ളതാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങള് എന്തൊക്കെ ചെയ്യുന്നു എന്ന കാര്യം തീർച്ചയായിട്ടും അള്ളാഹു അറിയുന്നു എന്നാണ് തുടർന്ന് പറയുന്നത്. വഅന്നല്ലാഹ ബിമാ തഅമലൂന ഖബീർ. നിങ്ങൾ എന്ത് പ്രവർത്തിച്ചു, നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾക്ക് അള്ളാഹു ഒരു അവസരം, ജീവിതം എന്നൊരവസരം നൽകിയുണ്ടായി. എന്നിട്ട് രാവും പകലും നിശ്ചയിച്ചു, സൂര്യനെയും ചന്ദ്രനെയും പ്രവർത്തനക്ഷമമാക്കി. എന്നിട്ട് ആ കാലയളവിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്നത് സൂക്ഷ്മമായിട്ട് അറിയുന്ന ഖബീറാണ് അള്ളാഹു. വഅന്നല്ലാഹ ബിമാ തഅമലൂന, നിങ്ങൾ എന്ത് അമല് ചെയ്തു എന്ന കാര്യം അറിയുന്ന ഖബീറാണ്. അതിനെക്കുറിച്ച് സൂക്ഷ്മമായിട്ട് അറിയുന്നവനും വെളിപ്പെടുത്താൻ കഴിയുന്നവനുമാണ് അള്ളാഹു. ഇതാണ് അള്ളാഹു തുടർന്ന് പറയുന്ന കാര്യം. അപ്പോ ഈ സൂര്യനും ചന്ദ്രനും ഭൗതിക പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്, അത് നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊന്നും ആരും കരുതേണ്ടതില്ല. അത് അള്ളാഹുവിന്റെ സംവിധാനം മനുഷ്യന്റെ ഈ കാലയളവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് കൂടിയാണ്. അത് ആ വിധത്തിലാണ് അള്ളാഹു അത് സംവിധാനിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് അള്ളാഹു രാവും പകലും ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെയാണ് അള്ളാഹു അധ്വാനിക്കാനും വിശ്രമിക്കാനും മനുഷ്യന് അവസരം നൽകിയിട്ടുള്ളത്. എന്നിട്ടാണ് പറയുന്നത് വഅന്നല്ലാഹ ബിമാ തഅമലൂന ഖബീർ. നിശ്ചയമായിട്ടും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നത് അള്ളാഹു സൂക്ഷ്മമായിട്ട് അറിയുന്നുണ്ട് എന്ന്. ദാലിക, ഇക്കാര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ? ബിഅന്നല്ലാഹ ഹുവൽ ഹഖ്. എന്തുകൊണ്ടാണ് അള്ളാഹു ഈ വിധത്തില് സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തിയിട്ടുള്ളത്, മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, രാവിനെ പകലിലേക്കും പകലിനെ രാവിലേക്കും പ്രവേശിപ്പിക്കുന്നതൊക്കെ എന്തുകൊണ്ടാണ്? അതിന് കാരണം എന്താ? ബിഅന്നല്ലാഹ ഹുവൽ ഹഖ്. അള്ളാഹു ആണ് പരമമായ യാഥാർത്ഥ്യം എന്നതുകൊണ്ടാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലേ? ഇതൊക്കെ അള്ളാഹു ചെയ്തു എന്നത് എന്തിന്റെ പേരിലാണ്? അള്ളാഹുവാണ് ഇതിന്റെ ഒക്കെ അധിപൻ, അള്ളാഹുവാണ് ഇതിന്റെ ഒക്കെ ഉടമ, അള്ളാഹുവാണ് പരമമായ യാഥാർത്ഥ്യം. നിങ്ങൾ പൂജിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന ഈ മിഥ്യാ ദൈവങ്ങളെ പോലെയല്ല. അവർക്കൊന്നും ഈ പ്രപഞ്ചത്തിന്റെ മേല് ഒരു സ്വാധീനവും നിയന്ത്രണവും ഇല്ല. ഈ പ്രപഞ്ചത്തിന്റെ പേരിൽ അല്ലെ ഈ പ്രപഞ്ചത്തിന്റെ മേൽ, സൂര്യന്റെയും ചന്ദ്രന്റെയും മേൽ നിയന്ത്രണം ഉള്ളത് അള്ളാഹുവിനാണ്. അള്ളാഹുവാണ് പകലിനെ രാവിലേക്ക് പ്രവേശിപ്പിക്കുന്നതും രാവിനെ പകലിലേക്ക് പ്രവേശിപ്പിക്കുന്നതും. അതുപോലെ തന്നെ സൂര്യനെയും ചന്ദ്രനെയും വിധേയപ്പെടുത്തി നിർത്തിയിട്ടുള്ളതും അള്ളാഹുവാണ്. എന്തുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്?
മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ അവൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നും പറയുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? ذَلِكَ بِأَنَّ اللَّهَ هُوَ الْحَقُّ. ഇത് ചെയ്യേണ്ടവൻ അള്ളാഹ് തന്നെയാണ്. അതുകൊണ്ടാണ്. വേറെ ആരും ഇത് ചെയ്യൂല. വേറൊരു ദൈവമായിട്ട് ആരോപിക്കപ്പെടുന്ന ഒരു ശക്തിയും അല്ലെങ്കിൽ ഒരു പ്രതിഭാസവും ഇങ്ങനെയൊന്നും ചെയ്യൂല. ഇതൊക്കെ ചെയ്യേണ്ടവൻ അള്ളാഹുവാണ് എന്നതിനാലാണ്. അവനാണ് പരമമായ ദൈവിക യാഥാർത്ഥ്യം. ذَلِكَ بِأَنَّ اللَّهَ هُوَ الْحَقُّ. പിന്നെ വഅന്നമായ യദഊന മിൻ ദൂനിഹി, അവന് പുറമെ അവര് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയും തന്നെ അൽ ബാത്തിൽ, അവയൊക്കെ മിഥ്യയുമാണ്. അള്ളാഹുവാണ് യാഥാർത്ഥ്യം, അള്ളാഹുവാണ് സത്യം. അള്ളാഹു അല്ലാത്ത അവരാരാധിച്ചു കൊണ്ടിരിക്കുന്നവരൊക്കെയും തന്നെ മിഥ്യയുമാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഇതൊക്കെ ചെയ്തിട്ടുള്ളത് എന്നാ പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ദൈവങ്ങള് ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തത്? കാരണം അവർക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. കാരണം അവരല്ല ദൈവം, അവരല്ല യാഥാർത്ഥ്യം. യാഥാർത്ഥ്യം അള്ളാഹുവാണ്. അതുകൊണ്ട് അള്ളാഹുവാണ് ഇതിന്റെ മേലുള്ള സമ്പൂർണമായ നിയന്ത്രണം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ذَلِكَ بِأَنَّ اللَّهَ هُوَ الْحَقُّ. അപ്പോ ബാക്കിയുള്ളതൊക്കെയും ബാത്തിലുമാണ്. وَأَنَّ اللَّهَ هُوَ الْعَلِيُّ الْكَبِيرُ. മാത്രവുമല്ല അള്ളാഹുവാണ് സർവോന്നതനും അതുപോലെ ഏറ്റവും വലിയവനുമായവൻ, ഏറ്റവും ശക്തനും ഏറ്റവും പ്രതാപിയുമായവൻ അള്ളാഹുവാണ് എന്നതുമാണ് കാരണം. അള്ളാഹുവിന്റെ മുന്നിൽ അള്ളാഹുവിനെ കവച്ചു വെക്കുന്ന, അള്ളാഹുവിനേക്കാൾ മികവുറ്റവനായിട്ടുള്ള ഒന്നുമേ അവർക്ക് സങ്കല്പിക്കാൻ സാധ്യമല്ല. അള്ളാഹുവാണ് അലി, അള്ളാഹുവാണ് കബീർ. അള്ളാഹു അല്ലാത്ത ദൈവമായി പരിഗണിക്കപ്പെടുന്നവയുടെ ഒക്കെ കാര്യം എടുത്തു നോക്കൂ. അവയൊക്കെ പരിമിതികളുള്ളവരാണ്. ഒരിക്കലും തന്നെ ഏറ്റവും ഉന്നതൻ, ഏറ്റവും വലിയവൻ, ഏറ്റവും മഹത്വമുടയവൻ എന്ന് ഇങ്ങനെ ദിവ്യത്വം ആരോപിക്കപ്പെടുന്ന ഒരാളെ കുറിച്ചും പറയാൻ സാധ്യമല്ല. അള്ളാഹുവിനെ കുറിച്ച് മാത്രമേ അലിയാണ്, കബീറാണ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹുവിന് ഈ പ്രപഞ്ചത്തിന്റെ മേൽ സമ്പൂർണമായ നിയന്ത്രണമുള്ളത്. രാവിനെ പകലിലേക്ക് പ്രവേശിപ്പിക്കുന്നത്, പകലിനെ രാവിലേക്ക് പ്രവേശിപ്പിക്കുന്നത്, സൂര്യനെയും ചന്ദ്രനെയും ഒരു വ്യവസ്ഥക്ക് കീഴ്പ്പെടുത്തിയത്, മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നത്, ഇതൊക്കെ അള്ളാഹു ആയതിന്റെ കാരണം അവനാണ് യാഥാർത്ഥ്യം എന്നതാണ്. ബാക്കിയുള്ളതൊക്കെ ബാത്തിലാണ്, ബാക്കിയുള്ളതൊക്കെ മിഥ്യയാണ്, അസത്യങ്ങളാണ്. ഇതാണ് അള്ളാഹുവിടെ വെളിപ്പെടുത്തുന്ന കാര്യം. അപ്പോ അള്ളാഹു അല്ലാത്ത മറ്റെന്ത് ദിവ്യ ശക്തി ഉണ്ട് എന്ന് പറഞ്ഞ് അതിനെ ആരാധിക്കുകയോ അവയ്ക്ക് വിധേയപ്പെടുകയോ ചെയ്യുന്നവർ ഈ കാര്യം ഒന്ന് പരിഗണിച്ച് നോക്കട്ടെ. എന്താണ് അവരുടെ കൺമുന്നിൽ തന്നെയുള്ള അവരാരാധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവങ്ങളുടെ സാധ്യത? എന്താണ് മറഞ്ഞിരിക്കുന്ന പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ സാധ്യത? അതൊന്ന് അവർ പഠിച്ചു നോക്കാൻ സന്നദ്ധരാവട്ടെ എന്നൊരു കാര്യമാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.